എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ആകെപ്പാടെ തകർന്നു പോയി മഹേഷ്. കാരണം ഇഷിത മൈൻഡ് ചെയ്യുന്നില്ല. എങ്ങനെ മൈൻഡ് ചെയ്യാനാ? അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ മഹേഷ് കാണിച്ചു കൂട്ടി വെച്ചത്. അപ്പോൾ ഭയങ്കര സങ്കടത്തിലിരിക്കുക. ഇഷിത വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മഹേഷ്. അവളൊന്ന് വന്നും തന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു സമാധാനമായിരുന്നു. രാവിലെ താൻ സോറി പറഞ്ഞിട്ട് പോലും അവൾ മൈൻഡ് ചെയ്യാതെ പോയി. അവളൊന്ന് ചീത്ത പറയുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചീത്തയും പറയുന്നില്ല, മിണ്ടുന്നുമില്ല. മഹേഷ് ഇടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് ഇഷിതയായിട്ട് കോൾ എടുത്തുമില്ല. അപ്പം നല്ല കട്ടക്കലിപ്പില, തന്നോട് പിണക്കത്തിലാന്നുള്ള കാര്യം മനസ്സിലായി. പിണക്കം മാറ്റാൻ എന്താ ചെയ്യണ്ടേ? തനിക്ക് എന്തേലും വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ അവൾ തന്നോട് അടുപ്പം കാണിക്കും എന്നൊരു ചിന്ത വരുവാണ്. അങ്ങനെയാണ് തലവേദനയാണെന്നും കൂടെ അഭിനയിച്ചാലോ? അത് കൊള്ളാം, നല്ല ഐഡിയ. അങ്ങനെ വൈകുന്നേരം ഇഷിത വരുന്ന സമയത്ത് മഹേഷ് മുറി കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ഇഷിത കയറി വരുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നെറ്റിയിലൊക്കെ തടവിക്കൊണ്ടിരിക്കുകയാണ്. ഇഷിത അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇഷിത മൈൻഡ് ചെയ്ത് വന്നിട്ട് അവിടെ ഇവിടെ നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, ഇവിടെ വേറെല്ലോന് തലവേദന എടുത്ത് തല പൊട്ടിട്ട് ഒരു രക്ഷയില്ലെന്ന് പറയണം. അതെ, തലവേദനയ്ക്ക് വല്ല മരുന്നുണ്ടോ? എന്തെങ്കിലും ബാമാണെങ്കിലും എന്താണെങ്കിലും മതിയെന്ന് പറയാം. അത് കേട്ടപ്പോൾ ഇഷിത ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. മിണ്ടാതെ പോയിട്ട് അവിടെ ഇരുന്ന് ബാം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അങ്ങ് നീട്ടി കൊടുക്കുകയാണ്. പെട്ടെന്ന് മഹേഷ് ഇങ്ങനെ നോക്കി. അതെ, എനിക്ക് നല്ല തലവേദനയാന്ന് പറഞ്ഞല്ലോ, ഇതൊന്ന് പുരട്ടി തരുവായിരുന്നു നല്ലതായിരുന്നു പറയാം. ഇഷ്ടത്തേക്ക് കാര്യം മനസ്സിലായി. മഹേഷ് തന്നോട് അടുപ്പം കാണിക്കുന്ന എന്തിനു വേണ്ടാന്ന്, ഒന്ന് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാന്നുള്ളത് മനസ്സിലായി. ഇഷ്ടത പറഞ്ഞു, അതെ സ്വന്തമായിട്ടും കൂടെ പുരട്ടിയാൽ മതി എന്ന് പറയാം. ഇതെന്താ, എനിക്ക് ഇത്ര വയ്യ തലവേദനയാന്ന് പറഞ്ഞിട്ട് ഒന്ന് പുരട്ടി തരാൻ പോലും പറ്റില്ലെന്ന് ചോദിക്കാം. തൽക്കാലത്തേക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് പുരട്ടിയാൽ മതി, ഞാൻ പുരട്ടി തരേണ്ട കാര്യമില്ല എന്ന് പറയണം. മഹേഷ് പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണം. പിന്നീട് ഇഷിതയ്ക്ക് സങ്കടം തോന്നി. ശരിക്കും ഒറിജിനലാണോന്ന് അറിയില്ലോ. പിന്നീട് ഇഷിത നെറ്റിയിലേക്ക് പുരട്ടി കൊടുക്കണം. മഹേഷിന് സന്തോഷമായി. അപ്പം തന്നോട് ഈ പറയുന്ന ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നീട് മഹേഷ് പറഞ്ഞു, അതെ എന്നോട് താൻ ഇങ്ങനെ മിണ്ടാതിരിക്കല്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്. വേണമെങ്കിൽ എന്നെ രണ്ട് ചീത്ത പറഞ്ഞു, എന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, ഞാനിതിനാ മഹേഷിനെ വെറുതെ ചീത്ത പറയണേ, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, എനിക്കറിയാം എന്നോടുള്ളിൽ ദേഷ്യമുണ്ട്, അതുകൊണ്ടല്ലേ. സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം വിനോദിൻ്റെ സുമിത്രയുടെ കല്യാണം, ആ കല്യാണക്കാര്യത്തെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കുക. കല്യാണക്കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കണം എന്ത്? അതൊക്കെ അവർ നോക്കിക്കോളെന്ന് പറയാം. ഇനിയിപ്പം ഞാൻ ആരുടെ കല്യാണക്കാര്യത്തിൽ ഒന്നിനും തലയിടാൻ പോകുന്നില്ല. സുമിത്രയുടെ വിനോദിൻ്റെ കല്യാണക്കാര്യം അവർ തന്നെ തീരുമാനിച്ചുറപ്പിച്ചോളും. അല്ല ഇനിയിപ്പം മഹേഷ് എന്തിനാ അതിനെ തലയിടുന്ന നിൽക്കും? അതെന്താ? അല്ല അനുഗ്രഹമായിട്ടുള്ള കല്യാണം അല്ലേ ഉറപ്പിച്ചിട്ട് വന്നേ. പക്ഷെ ഇപ്പം സുമിത്രയും വിനോദം തമ്മിലുള്ള കല്യാണമല്ലേ, അത് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തീരുമാനിച്ചുറപ്പിച്ചോളും. ആ കാര്യത്തിൽ മഹേഷ് തലയുണ്ട. കേരള ചാപ്റ്റേഴ്സ് കൈ കിട്ടിയല്ലോ, ഇനി എന്താ കുഴപ്പമെന്ന് നിൽക്കും. ഓഹോ, അപ്പം നീ എനിക്കിട്ട് പണിതല്ലേ നിൽക്കും. പണിതൊന്നും അല്ല, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവർക്ക് കല്യാണത്തിന് താല്പര്യമുണ്ട്, അവർ കല്യാണം കഴിക്കട്ടെ. ഇനിയിപ്പോൾ സുജിക്ക് വിനോദിനെ വേണ്ടെന്നാണെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അല്ല ഞാൻ ആരോടും പറയാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ലെന്ന് പറയാം. അവർ തീരുമാനിച്ചുറപ്പിച്ച് അവരെന്താണെന്ന് ചെയ്യട്ടെ. അവരുടെ കല്യാണക്കാരും അല്ലേ, അല്ലെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ അവരൊന്നിച്ച് തീരുമാനിച്ചോളും. നമ്മുടെ ആവശ്യമൊന്നും അവർക്കില്ല എന്ന് പറയാം. അത് കേട്ടപ്പം ഇഷിതയെ നോക്കിയിട്ട് മഹേഷ് പറഞ്ഞു, ഓഹോ അപ്പം അങ്ങനെയാണല്ലേ, അപ്പം നമുക്ക് അതിനകത്ത് റോളും ഇല്ലേന്ന് ചോദിക്കാം. പ്രത്യേകിച്ച് റോളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അവരെന്താണെന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് മനസ്സിനിക്കാണെങ്കിൽ ആ ടെൻഷൻ, എങ്ങനെയെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റണം. ലയയും മാധവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതെന്താണെന്നറിയത്തില്ല. പിന്നീട് മനസ്സിന് ക്ഷേത്രത്തിലേക്ക് പോവാ. മന ഉരുകിന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ ആ ഇഷിതേനെ ഒരു കാരണവശാലും ഗതി ഉണ്ടാവില്ല, അവൾക്ക് ഒരിക്കലും ഗതി ഉണ്ടാവില്ല. തൻ്റെ മോനും മരുമോളും തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിയണേ, അവൾക്കിട്ട് എങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റണേ എന്നൊക്കെയാണ് മനു ഉരുകി പ്രാർത്ഥിക്കുന്നത്. കാരണം ഇഷിത കാരണമാണ് തൻ്റെ മോൻ മാധവൻ്റെ ജീവൻ നശിച്ചതെന്ന് ഇപ്പോഴും മനസ്സിന് വിചാരിക്കുന്നു. അല്ലാതെ മനസ്സിന് ചെയ്തത് തെറ്റുകൊണ്ടാണെന്ന് അവൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പിന്നീട് മനു ഉരുകി പ്രാർത്ഥിച്ച് ലയയുടെ മാധവിൻ്റെയും പേരിൽ അർച്ചനയെ കഴിപ്പിച്ച് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ ലയ അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മനസ്സിനെ കണ്ട് വലിയ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. മനസ്സിനെ കാത്തു നിന്നു. ലയ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ലയ എടുത്ത് എന്നിട്ട്, മോളെ അവിടെ നിൽക്കുക, മോൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ അർച്ചനകളൊക്കെ നടത്തിയിട്ടുണ്ട്, പിന്നെ പൂജയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണേ എന്നും പറഞ്ഞുകൊണ്ട് ഇത്തിരി പ്രസാദം എടുത്ത് നെറ്റിയിലേക്ക് അങ്ങോട്ട് തൊട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ലയം നോക്കി ഒന്നും മിണ്ടിയൊന്നുമില്ല. എന്താ മോളെ നീ ഇങ്ങനെ? നീ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാര്യം? മോൾക്ക് വേണ്ടിയിട്ട് നീ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പോരാത്തിന് വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ടപ്പോൾ ലയ ചോദിച്ചു, വഴിപാട് നടത്തിക്കൊണ്ട് എന്താ അമ്മയെ കാര്യം നിൽക്കും? അതെന്താ വഴിപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് ചോദിക്കാം. ഒരു നിമിഷം മനസ്സിന് ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്തൊക്കെ വഴിപാട് നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല. അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന്.
അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് കയറി പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മനസ്സിനിക്ക്. ഈ സമയത്ത് ആഷിതയും ആയിരുന്നെങ്കിൽ മനസ്സിനെ ആ സമയം കർണത്തടിച്ചേരാം. പക്ഷേ ഇത് ലയാണ്, കാശുള്ള വീട്ടിലെ പെണ്ണാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലോ. അവൾ പറയുന്നതൊക്കെ അനുസരിച്ചല്ലേ മതിയാവുള്ളൂ. മനസ്സിനിക്കാണ് ഭയങ്കര ടെൻഷനായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മാധവ് അങ്ങോട്ടേക്ക് വന്നു. മാധവനെ വിളിച്ചിട്ട് മനസ്സിന് ചോദിച്ചു, എന്താടാ ഇതൊക്കെ? അവൾ ആകെപ്പാട് ടെൻഷനിലാണെന്ന് പറയണം. അതാമ്മ ഞാൻ പറഞ്ഞേ, അവളുടെ മനസ്സ് മാറുന്നു കരുതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. ഇവിടെ വന്നിട്ട് അവൾക്ക് വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മനസ്സിന് പറഞ്ഞു, എല്ലാത്തിനും കാരണം നീ ഒറ്റ എടുത്തനാ. ആ ഇഷിതയുമായിട്ട്. എൻ്റെ അമ്മേ, ഇഷിതയുടെ കാര്യം ഇനിയെങ്കിലും വിട്. അവൾ വേറെ ജീവൻ നയിക്കുമല്ലേന്ന് ചോദിക്കും. അവൾ വേറെ ജീവൻ നയിച്ചു പോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ അവളുടെയും ജീവൻ നശിപ്പിച്ച ദയയുടെയും ജീവൻ നശിപ്പിച്ച ഇഷിതയാണ്. ഇനി നീ എങ്ങാനും അവളുടെ പുറകെ പോയാലുണ്ടല്ലോ, അവളെ കാണാനെങ്ങാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചേക്കില്ലെന്ന് ഞാൻ പറയണം. അല്ലെങ്കിൽ തന്നെ ഇഷിത കാരണം കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാന്നൊക്കെ പറയണം. മാധവ് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അമ്മേനെ ഇങ്ങനത്തെ കാര്യമൊന്നും പറയാതിരിക്കുക. അല്ലെങ്കിൽ എൻ്റെ ജീവൻ നശിപ്പിച്ച ഇപ്പം ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അമ്മയുടെ വാക്ക് കേട്ട് ഓരോന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ശിക്ഷ അത്. ശരിക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെതായ തീരുമാനം വേണമായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അങ്ങോട്ട് കയറി പോവാണ്. അത്രയ്ക്കും മനസ്സിന് പ്രതീക്ഷിച്ചില്ല. മനസ്സിന് പറയുന്നതൊക്കെ മാധവ് അനുസരിക്കുമെന്നാണ് മനസ്സിന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അതൊക്കെ വെള്ളത്തിൽ വെച്ച വരവരെയാണെന്ന് തോന്നി. കാരണം തന്നെ ഇപ്പോൾ ഇവന് അനുസരിക്കുന്നില്ല. ഇവന് തോന്നിയാസം എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മാധവിന് ദേഷ്യമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മനസ്സിനോട്. അന്ന് ഇഷിതയുമായിട്ടുള്ള വിവാഹം നടക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ലയയുടെ ജീവൻ നശിച്ചല്ലോ എന്നൊരു ചിന്തയൊക്കെ വരുവാണ്. ഈ സമയത്ത് സുചിത്രയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രിയാമണിക്കും മാഷിനും സന്തോഷമായി. കാരണം അനുഗ്രഹ വീട്ടിലേക്ക് തിരികെ വന്നല്ലോ. പിന്നീട് അനുഗ്രഹം എന്നിട്ട് അവരോട് പറഞ്ഞു, അതെ രണ്ടുപേരും വിഷമിക്കൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ പോലും എന്നോട് പറഞ്ഞല്ലോ ആ കാര്യമൊക്കെ, സുജിയുടെ കാര്യം. എന്നോട് ഒരു വാക്കെങ്കിലും പറയാമെന്ന് പറയാം. അത് കേട്ടോ പ്രിയാമണി പറഞ്ഞു, അതെങ്ങനെയാ മോളെ പറയണേ? നീ ഞങ്ങളുടെ മോളല്ലേ. നിന്റെ മനസ്സിൽ അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും വിഷമിച്ചു. പക്ഷെ നിന്നെ വേദനിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കുമല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് സുജിക്ക് നീ സഹോദരിയായിട്ടാ അവൾ നിന്നെ കാണുന്നേ. നിന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അവൾക്കൊരു ജീവിതം വേണ്ടെന്ന് അവൾ പറഞ്ഞു. ഞങ്ങൾക്ക് നിന്നെ വേദനിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ അനുഗ്രഹം പറഞ്ഞു, ദേ ഈ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അതായി എനിക്കൊന്നും വേണ്ടേ. അറിയാലോ, വിനോദിനെ കല്യാണം കഴിച്ചില്ല എനിക്ക് കുഴപ്പമില്ല. ഇത് സുജിയും വിനോദും തമ്മിൽ നല്ല ചേർച്ചയാന്ന് പറയാണ്. അവർ തമ്മിലാ ചേരണ്ടേ. പക്ഷെ നിങ്ങളോട് എനിക്കൊരു ദേഷ്യം ഉണ്ടെന്ന് പറയാം. പെട്ടെന്ന് പ്രിയാമണി ചോദിച്ചു, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞു? അല്ല, എന്നോട് ഈ കാര്യമൊക്കെ പറയുമായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഇത്ര വഷളാകുമായിരുന്നോ? അതിൻ്റെ ആവശ്യം വരത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഇത്ര പ്രശ്നം രൂക്ഷമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നേരെ മുറിയിലേക്ക് വന്നപ്പോൾ സുചിത്ര അവിടെ ഇരിക്കുകയാണ്. സുചിത്ര എടുത്തിട്ട് പറഞ്ഞു, എന്താ സുജി നീ ഒന്ന് ഉഷാറാക്കി ബാ, നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് പറയണേ. വേണ്ടെന്ന് പറയണേ. എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന്. നീ ധൈര്യമായിട്ടിരിക്കുക. എനിക്ക് സങ്കടമൊന്നുമില്ല. നിങ്ങൾ രണ്ടും ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് തുറന്നു പറയായിരുന്നെങ്കിൽ ഞാനിത് പൂർണ്ണ സമൂഹത്തോടെ നേരത്തെ തന്നെ അംഗീകരിക്കില്ലായിരുന്നോ? പക്ഷെ നിന്റെ മനസ്സിൽ എങ്ങനെ ഇഷ്ടമുണ്ടെന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. നിന്നോട് പലപ്പോഴും ഞാൻ തുറന്നു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നീ സത്യം തുറന്നു പറഞ്ഞില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എനിക്ക് മനസ്സിലായി. ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട, നമുക്ക് പുറത്ത് പോകാമെന്ന് പറയാണ്. അങ്ങനെ സുചിത്രയും കൂട്ടിക്കൊണ്ട് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ പുറത്ത് പോവാണ്. അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് അനുഗ്രഹ വിനോദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിനോദിനെ വിളിച്ചിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിനോദ് വരുവാണ് പാർക്കിലേക്ക്. ആ സമയം വിനോദിനെ കണ്ടപ്പോൾ സുചിത്രയ്ക്ക് ഭയങ്കര വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളോ. അനുഗ്രഹം കൂടെ ഉണ്ടല്ലോ. ആ സമയത്ത് വിനോദ് പറഞ്ഞു, എന്താ സുജി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് നിൽക്കും. ഒന്നുമില്ല എന്ന് പറയണേ. അങ്ങനെ സുജി അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോഴത്തേനും വിനോദ് സുജിനെ അങ്ങ് ചേർത്ത് പിടിക്കണം. എന്നിട്ട് പറഞ്ഞതേ, ഇനി ഇപ്പം നീ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമൊന്നും വേണ്ട. അനുഗ്രഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അവൾക്കൊരു ഇഷ്ടക്കുറവുമില്ല. നമ്മൾ രണ്ടും ഒന്നിക്കുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ സുചിത്ര പറഞ്ഞു, വേണ്ട വിനോദേ, നമ്മൾ രണ്ടും ചേരത്തില്ല. ദേ അനുഗ്രഹയെ വിനോദ് ചേരേണ്ട, എനിക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ അനുഗ്രഹം പറഞ്ഞു, എന്താ സുജി നീ ഇങ്ങനെയൊക്കെ പറയണേ? നീ എങ്ങനെയാണ് എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ കൈ ഇങ്ങോട്ട് എടുത്തു. പിന്നീട് വിനോദിനോട് പറഞ്ഞു, ആ കൈ ഇങ്ങോട്ട് കാണിക്കാൻ പറയണം. അങ്ങനെ സുജിയുടെ കൈ വിനോദിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇങ്ങനെ വേണം രണ്ടുപേരും. ഇതാ എനിക്കിഷ്ടം. ഇത് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു പറയണം. നീ എൻ്റെ അനുജത്തിയല്ലേ, അപ്പം നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിനോദ് നല്ലവനാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയാം. നിങ്ങൾ രണ്ടുപേരും എന്ന് സന്തോഷത്തോടെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പം സുജിയുടെ കണ്ണൊക്കെ ആകപ്പാടെ നിറഞ്ഞൊന്നും വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് വിഷമമുണ്ടെന്ന് ഓർത്താണോ സുജി ഇരുന്നേ? ഇല്ലെന്നേ, അതൊക്കെ അപ്പോഴേ മനസ്സിൽ നിന്ന് പോയി. എൻ്റെ മനസ്സിൽ ഇഷ്ടം ഉണ്ടായിരുന്നു, അത് ഞാൻ തുറന്നു പറഞ്ഞു കല്യാണത്തിലേക്ക് പോയി. അല്ലാതെ വേറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സുചിത്രയെ സമാധാനിപ്പിക്കുകയാണ്. സുചിത്രയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വിനോദിൻ്റെ സുചിത്രയുടെ കല്യാണമായിരിക്കും വരാൻ പോകുന്നത്. ഇനി കല്യാണമേളമായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.